MR Physics Tutorial. Current Electricity എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന കൺസെപ്റ്റും അതേപോലെ റിലാക്സേഷൻ ടൈം എന്ന കൺസെപ്റ്റും പഠിച്ചു. ഇവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കും റിലാക്സേഷൻ ടൈമിനും ഇടയിലുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്തായിരുന്നു ഇക്വേഷൻ? വി ഡി ഈസ് ഈക്വൽ ടു, ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമ്മൾ വി ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ എന്നാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ സ്മോൾ ലെറ്റർ ഇ ഇലക്ട്രോണിന്റെ ചാർജാണ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്, എം മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, ടോ റിലാക്സേഷൻ ടൈം ആണ്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് കറന്റിനും ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കും ഇടയിലുള്ള ഇക്വേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. We have to derive the equation for electric current in terms of drift velocity. എന്താണ് drift velocity? It is the velocity with which the free electrons are drifted under the influence of electric field. നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു, മെറ്റാലിക് കണ്ടക്ടർ. ആ കണ്ടക്ടറിനകത്ത് ആരുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്, നോർമൽ കണ്ടീഷനിൽ. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ കറണ്ട് ഫ്ലോ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ടക്ടറിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെ? ഇവിടെ ഞാൻ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ A എന്ന് പറയുന്ന എൻഡ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലായിട്ടും B എന്ന് പറയുന്ന എൻഡ് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്തപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഈ കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ബിയിൽ നിന്നും എയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമാണ് ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഉണ്ടാവുന്നത്? കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അതാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. ആക്ച്വലി ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ബിയിൽ നിന്ന് എയിലേക്ക്. ഇനി നമ്മൾക്ക് ഇലക്ട്രിക് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമ്മൾക്ക് ഓൾറെഡി ഇലക്ട്രിക് കറന്റിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എന്താണ്? I is equal to Q divided by T എന്നാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. We have the equation. Electric current is the rate of flow of electric charge. T സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ Q കൂളം ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I is equal to എന്താണ്? Q by T ആണ്. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, അല്ല? സപ്പോസ് ഈ കണ്ടക്ടറിനകത്ത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കരുതുക. ഈ കണ്ടക്ടറിനകത്ത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു E എന്ന് കൊടുത്തൂടെ? ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ് സ്മോൾ ലെറ്റർ E. അങ്ങനത്തെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ക്യാപിറ്റൽ N ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ N ഇൻറ്റു E എന്ന് കൊടുക്കാം. ഓക്കെ, അവിടെ ക്യാപിറ്റൽ N എന്താണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദിസ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇനി നമ്മൾ വേറൊരു ടേം കൂടെ ഉപയോഗിക്കുന്നു, അത് സ്മോൾ ലെറ്റർ N എന്നാണ്. എന്താണ് സ്മോൾ ലെറ്റർ N? സ്മോൾ ലെറ്റർ N-നെ കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് പറയുക. എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതിനെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ N എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അതിനെയാണ്
ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ? സ്മോൾ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നായിരിക്കും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ വോളിയം. ഇതാണ് സ്മോൾട്ടർ n. എന്താണ് സ്മോൾട്ടർ n? ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഇനി ഈ കണ്ടക്ടറിന് എത്രയാണ് ലെങ്ത്? സ്മോൾട്ടർ L ആണ്. അതേപോലെ ഈ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് സ്മോൾട്ടർ A ആണെന്ന് കരുതുക. നമ്മൾ ഇവിടെ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ വയർ ആണ്. അതിന് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഇമാജിൻ ചെയ്യുന്നത്. ആ മെറ്റൽ വയറിന്റെ ലെങ്ത് L ആണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് എന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മോൾട്ടർ n ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ സ്മോൾട്ടർ A ഇൻറ്റു L. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് എന്ത്? വോളിയം. അപ്പൊ നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. സ്മോൾട്ടർ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ വോളിയം. എന്താണ് വോളിയം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. അപ്പൊ സ്മോൾട്ടർ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ AL. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സ്മോൾട്ടർ n ഇൻറ്റു AL എന്ന് എഴുതിക്കൂടെ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു സ്മോൾട്ടർ n ഇൻറ്റു AL. അവിടെ സ്മോൾട്ടർ n ഇലക്ട്രോൺ ഡെൻസിറ്റി, AL ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? Q ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ N ഇൻറ്റു E ആണ്. ക്യാപിറ്റൽ N സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സ്മോൾട്ടർ NaL എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ we can write Q is equal to small letter NaL into E എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2. Q is equal to small letter NaL into E. Q is equal to capital N into E ആണ്. Small letter n, electron density equal to capital N, total number of electrons divided by volume, capital N divided by area into length. Therefore capital N is equal to എന്താണ്? small letter n into AL. Therefore Q is equal to നമുക്ക് small letter n into A into L into E എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്മോൾ ലെറ്റർ ഇലക്ട്രോൺ ഡെൻസിറ്റി, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L ലെങ്ത്, E ഇലക്ട്രോണിന് ചാർജ്. ഇനി T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആണ്. നമുക്കറിയാം കണ്ടക്ടർ ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കും? We have the equation velocity is equal to displacement by time. Velocity is equal to എന്താണ്? Displacement by time ആണ്. Okay. Therefore time is equal to നമുക്ക് എന്ത് കൊടുക്കാം? Time is equal to displacement by velocity എന്ന് കൊടുക്കാം. Time is equal to displacement by velocity. അല്ല, velocity is equal to displacement by time ആണെങ്കിൽ time is equal to displacement by velocity. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ബിയിൽ നിന്നും എയിലേക്കാണ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ ലെങ്ത് തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? L എന്ന് കൊടുക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിയാണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിക്കാണ് നമ്മൾ എന്ത് വെലോസിറ്റി എന്ന് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? Vd എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ we can write T is equal to what? L divided by Vd. ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? ബിയിൽ നിന്ന് എയിലേക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ലെങ്ത് L. എത്ര വെലോസിറ്റിയോട് കൂടിയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി Vd, L by Vd. T is equal to L by Vd. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 and 3 in equation 1. നമുക്ക് I is equal to എന്ത് കിട്ടും? Q ന്റെ സ്ഥാനത്ത് NaLe divided by T ന്റെ സ്ഥാനത്ത് L divided by Vd. അപ്പൊ L by Vd കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം Vd by L കൊണ്ട് റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? NaLe into Vd divided by L. ഇവിടെ L ഉം L ഉം എന്തായി? ക്യാൻസൽ ആയി.
ബാക്കി നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? ഐ ഈസ് ഈക്വൽ ടു എല്ലും എല്ലും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി എന്നാണ്. ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി. ഇതാണ് ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി. ഇവിടെ സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ല, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതിന് നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. സ്മോൾ എ കണ്ടക്ടറിന്റെ ഏരിയ ആണ്. സ്മോൾ ഇ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ഫ്രീ ഇലക്ട്രോണിന്റെ ചാർജ്. വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കറണ്ടിന്റെ ജനറൽ ഇക്വേഷൻ എഴുതുന്നു. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അത് ഇക്വേഷൻ നമ്പർ 1. നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്. ഇവിടെ ആരാണ് ചാർജ് പാർട്ടിക്കിൾ? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ക്യാപിറ്റൽ എൻ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു ഇ ആയിരിക്കും. ഇവിടെ നമ്മൾ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ എ എൽ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സ്മോൾ എൻ എ എൽ ഇൻറ്റു ഇ എന്ന് എഴുതാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? എൽ ആണ്. വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു എൽ ബൈ വി ഡി. 2ഉം 3ഉം 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ.